Good morning, all. Good morning, Miss. Good morning, Miss. Last class, നമ്മൾ skills needed കാര്യം പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ കേട്ടോ. ഇനി നോക്കാം, അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നോക്കാം, hospital administration. Hospital administration is all about running the department in the smooth manner. അത് സൗണ്ട് പോയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ സൗണ്ടിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്റെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഓവറോൾ ആയിട്ടുള്ള ഒരു സ്മൂത്ത് റണ്ണിങ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ്, നല്ലൊരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയാം. Although some role may involve direct patient care. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചില റോളിൽ നേരിട്ട് പേഷ്യന്റ് കെയർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. Many hospital administrators maintain little to no patient contact. നമ്മൾ പറയുന്നത് ചില റോളുകളിൽ പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എങ്ങനെയായിരിക്കും, നേരിട്ട് റിലേഷൻ ഉണ്ടാവും, നേരിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തും. ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒട്ടും എന്തുണ്ടാവില്ല, നമ്മളുടെ പേഷ്യൻസ് ആയിട്ട് ഒട്ടും കോണ്ടാക്ട് ഉണ്ടാവില്ല. അവരായിട്ട് ഒരു റിലേഷനും ആര് മെയിൻറ്റെയിൻ ചെയ്യില്ല, അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. Okay, they may have varieties of responsibility. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഓരോ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് പറയുന്നത്. ലൈക്ക് മാനേജിങ് ഫിനാൻസ്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ ആവശ്യമുള്ള ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ആവശ്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് അത് ഫുൾഫിൽ ചെയ്യാം. റെഗുലേറ്ററി നീഡ്സ്, നമ്മള് നല്ല പ്രോപ്പർ ആയിട്ടാണോ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ, നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത്. പിന്നെ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. നല്ല പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്യാം. നല്ല പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. ഫുൾ സ്റ്റോപ്പ് ആണ് ഇനി വരുന്നത്. These professionals can find work in a variety of healthcare organizations. ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽസിന് നല്ല രീതിയിൽ വർക്ക് വെറൈറ്റി, നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള സംഘടനകളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ഏജൻസി. ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റണം. മറ്റു ഹോസ്പിറ്റൽസുകളായിട്ടും ക്ലിനിക്കുകളായിട്ടും കോർപ്പറേഷൻസ് ആയിട്ട് ഗവൺമെന്റ് ഏജൻസിക്ക് ആയിട്ട് നല്ല രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. ഇനി അടുത്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വിത്ത് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഫങ്ഷൻ ആസ് എ ഹോൾ. നമ്മളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഹോളായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. Their proficiency is needed to execute, plan, organize, direct, monitor the outcome of medical and health service. ഇവരുടെ പ്രൊഫഷൻസിൽ വരുന്നത് എന്തെല്ലാമാണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക, അതേപോലെ പ്ലാൻ ചെയ്യുക,
നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാം. ഓർഗനൈസ് ചെയ്യുക, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുള്ളത്, എന്തൊക്കെ നീഡ്സ് ഉള്ളത് നോക്കാം. ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. മോണിറ്റർ എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, മൊത്തത്തിലുള്ള പ്രവർത്തനം മോണിറ്റർ ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങളിൽ മെഡിക്കൽ ആവട്ടെ ഹെൽത്ത് കെയർ സർവീസിലാവട്ടെ അതിന്റെ ഒരു ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. Through the role of hospital administrator, different from one institution to next, then the duty must often improve. അപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിനനുസരിച്ചും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു ചെറിയ ഹോസ്പിറ്റലിനെ പോലെ ആയിരിക്കില്ല മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ്. ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ചില ഹോസ്പിറ്റൽസിലെ ഡ്യൂട്ടീസ് കൂടുതലായിരിക്കും, ചില ഇതിലെ ഡ്യൂട്ടീസ് കുറവായിരിക്കും. ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറൻസ് തന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ വീണ്ടും എടുത്ത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് തോന്നും ഇതന്നെയല്ലേ ടീച്ചർ നേരത്തെ പേജിൽ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും അവർ പറയുന്നത്. സർവിങ് ആസ് എ കോണ്ടാക്ട് എമംഗ് ഗവേണിംഗ് ബോർഡ്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈ പറഞ്ഞിട്ടുള്ള ഗവേണിംഗ് ബോർഡ്, ഹോസ്പിറ്റലിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ടും മെഡിക്കൽ സ്റ്റാഫ് ആയിട്ടും ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിട്ടും നല്ല ഒരു കോണ്ടാക്ട്, ഒരു ബന്ധം നിലനിർത്തും. റിക്രൂട്ടിംഗ്, ഹയറിംഗ്, അസിസ്റ്റന്റ് നേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ പറഞ്ഞ 3 പേരെയും റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അവരെ അസസ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. അല്ലെങ്കിൽ one of the role. Organizing, directing, controlling, and coordinating services are directed by hospital board. ഹോസ്പിറ്റൽ ബോർഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്, ഡ്യൂട്ടീസ് പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഓരോരുത്തരെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കുക. ഇനി അവിടെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ സ്റ്റെപ്സ് കൺട്രോൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണ് പോണെന്നുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. Supervising the creation and implementation of programs, policies for patient service, quality assurance, public relation outreach, and departmental activities. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ പ്രോഗ്രാംസും പോളിസീസ് ഒക്കെ ഉണ്ടാവും. പേഷ്യന്റ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ഭാഗമായിട്ട് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ പല പല ഡിപ്പാർട്ട്മെന്റ്സിലെ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. Advancing and expanding the programs and service for scientific research and preventive medicines. അതേപോലെ സയന്റിഫിക് റിസർച്ച് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ എക്സ്പാൻഡ് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക. അതേപോലെ മരുന്നുകൾ ഒഴിവാക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനത്തെ മാർഗങ്ങൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ബെറ്റർ പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സ്റ്റേ കറന്റ് ഓൺ എനി ലോസ് ആൻഡ്. ശരിക്കും കട്ടാവുന്നുണ്ടോ വോയിസ്? എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? റേഞ്ചിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ? ഓക്കെ, ഒരു മിനിറ്റ്, അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ.
ഇനി എന്തെങ്കിലും അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നോക്കാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു hospital administration have to stay current on any laws regulation that affects the healthcare or hospital industry as well as medical and technological progress. നമ്മുടെ ഹോസ്പിറ്റൽസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം, ഇവിടുത്തെ ലോസ് റെഗുലേഷൻസും ഇപ്പൊ ഹോസ്പിറ്റൽസ് ആവട്ടെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആവട്ടെ, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആവട്ടെ, ഇവിടെ റിലേറ്റ് ചെയ്യുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവണം. ആസ് ദ ബിസിനസ് ലീഡർ, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ് ലീഡറാണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട, എല്ലാവർക്കും മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു ബെറ്റർ ഒരു നല്ലൊരു ലീഡറാണ് ആര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും ആര് നോക്കി നടത്തണം അല്ലെങ്കിൽ ഓവർസീ ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കണം. ലോങ് ടേം പ്ലാൻ, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ലോങ് ടേം പ്ലാൻസ് എന്തെല്ലാമാണ് അതെല്ലാം ഒരു മേൽനോട്ടം വഹിക്കണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, നമ്മുടെ പ്രവർത്തനങ്ങള്, അതേപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഫണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഓവറോൾ എന്ത് വേണം, മേൽനോട്ടം വേണം. ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്, അതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഡെലിവറി, നമ്മളെ മെഡിക്കൽ സർവീസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നമ്മളുടെ ഫണ്ട് അതേപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഇനി എന്തെങ്കിലും ഹോസ്പിറ്റൽ പോളിസീസിലെല്ലാം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റാഫുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വീണ്ടും നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്, അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ദെയർ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ട്. ആർ നീഡഡ് വെൻ ഓവർസീയിങ് ആൻഡ് മെന്ററിംഗ് സ്റ്റാഫ് ഇന്ററാക്റ്റീവ് വിത്ത് കമ്മ്യൂണിറ്റി ആൻഡ് കോപ്പറേഷൻ വിത്ത് ഗവേണിംഗ് ബോഡീസ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാഫുകളായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രോങ് അങ്ങനെ ആ അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാഫുകളെ അനുസരിപ്പിക്കണം. അതേപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ബോർഡും ഈ സ്റ്റാഫിന്റെ ഇടയിൽ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണ് ആരും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ബോർഡുകൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളും പോളിസീസും ഈ പ്രോഗ്രാംസുകളും സ്റ്റാഫുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം ഡെലിവർ ചെയ്യാനായിട്ട് ആർക്ക്, സ്റ്റാഫിനോട്. അതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതേപോലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളും പിന്നെ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീ എന്തെല്ലാം കാര്യങ്ങളാണ് ഓവർസീ ചെയ്യേണ്ടതെന്നുമാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ അവരും വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ. ഓക്കെ, ഒരു സിമ്പിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോൻ?
ഓക്കെ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഓവറോൾ വർക്കിംഗ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഡെയിലി നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ചില ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നേരിട്ട് നമ്മുടെ പേഷ്യൻസ് ആയിട്ട് എന്തുണ്ട് കോണ്ടാക്ട് ഉണ്ടാവും. ചിലവർക്ക് ഒട്ടും കോണ്ടാക്ട് ഉണ്ടാവാതെയും ഇരിക്കാം. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് നമ്മുടെ ഹോസ്പിറ്റൽ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻസ് അവര് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാഫുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും അതേപോലെ ഒരു കോണ്ടാക്ട് ബിറ്റ്വീൻ ആര് ഹോസ്പിറ്റൽ ബോർഡും മെഡിക്കൽ സ്റ്റാഫും തമ്മിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും തമ്മിൽ ഒരു നല്ല ബെറ്റർ കോണ്ടാക്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള നേഴ്സ്, ഡോക്ടേഴ്സ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, അസിസ്റ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഓർഗനൈസേഷൻ കൺട്രോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓവറോൾ കൺട്രോള് ഡയറക്ഷൻസ് കൊടുക്കുക അടുത്ത സ്റ്റാഫുകളുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇതെല്ലാം ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്ററുടെ. ഇനി ഇവിടെ എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം അഡ്മിനിസ്ട്രേറ്ററുടെ. ഇനി സയന്റിഫിക് റിസർച്ച് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ, പോളിസീസ്, സ്കീമുകളൊക്കെ അഡ്വാൻസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും നമ്മുടെ ലോങ് ടൈം പ്ലാനിങ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നമ്മുടെ പ്ലാൻസ് അനുസരിച്ചിട്ടാണോ നമ്മുടെ സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, പ്രോപ്പർ ആയിട്ടാണോ പോകുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മെഡിക്കൽ സർവീസ് സിസ്റ്റമാറ്റിക് മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണം പേഷ്യൻസിന്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും എന്തെല്ലാം ഫണ്ടുകൾ ഭാവിയിൽ നമുക്ക് ആവശ്യം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബോർഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. അത്രേ ഉള്ളൂ ഇവിടെ പറഞ്ഞത്. നോക്കാം കേട്ടോ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോബാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോബാണ് ഇനി പറയുന്നത്. In beside to hospital, which many range from small community hospital to massive. എന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ വർക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. ജോബുകളുടെ റോളുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്തെല്ലാമാണ് ആ റോളുകൾക്ക് നമുക്ക് നോക്കാം. റീഹാബിറ്റേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പുനരധിവാസ കേന്ദ്രങ്ങൾ അത് റൺ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ആംബുലേറ്ററി കെയർ സർവീസ്, ആംബുലേറ്ററി കെയർ സർവീസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും? ഓവറോൾ നോക്കും. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, അതേപോലെ ഹോസ്പിസുകള്, അഭയകേന്ദ്രങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ കീഴിൽ എന്തെങ്കിലും അഭയകേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനവും ആര് നോക്കും? അഡ്മിനിസ്ട്രേറ്റർ നോക്കും. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് ഔട്ട് പേഷ്യൻസ് വരാറുണ്ട്, അവർക്ക് കൊടുക്കുന്ന കെയർ പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. ഫിസിഷ്യന്റെ ഓഫീസ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും. റെസിഡന്റൽ കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കറക്റ്റ് ആണോ? ഹോം ഹെൽത്ത് കെയർ, അതേപോലെ ഹോം കെയർ, അതേപോലെ സ്റ്റേ ഇൻ ദെയർ ഹോംസ് എന്ന് വെച്ചാല് ചില ഹോസ്പിറ്റൽസിന് വീടിന്റെ ഒരു അന്തരീക്ഷം ഉള്ളത് നല്ലതാണ്. അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഏതാണ്? ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ഉള്ള ഹോസ്പിറ്റൽസ് ഏതാണ്? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? ഹോം ലൈക്ക് എൻവയോൺമെന്റ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. അത് എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. palliative care, okay, mental hospitals, rehabilitation centers,
അതെല്ലാം എന്താണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. ഹോം ലൈക്ക് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധ കൊടുക്കണം. മാനേജ് കെയർ ഓർഗനൈസേഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സംഘടനാപരമായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും കെയർ പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ലാർജ് ഫെസിലിറ്റീസ്, വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ വർക്ക് എന്ന് പറയുന്നത് സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസുകളിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്ററ്റിക്സ്, നെഫ്രോളജി എന്നൊക്കെ പറയുന്ന ഏരിയാസിൽ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കറക്റ്റ് ആയിട്ടാണ് അവരുടെ വർക്കൊക്കെ പോകുന്നത് എന്നുള്ള ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സ്മോൾ ഫെസിലിറ്റി, ചെറിയ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ മേ സൂപ്പർവൈസ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയും കേട്ടോ ഹോസ്പിറ്റൽസിൽ. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള സൂപ്പർവൈസ് ചെയ്യാനും ആരും ശ്രദ്ധിക്കും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കും. ഇനി കുറച്ച് ടൈറ്റിൽസ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഹിക്കുന്ന കുറച്ച് ടൈറ്റിൽസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ജോബ് ടൈറ്റിൽസ് ആണ് ഇനി പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോബ് ടൈറ്റിൽസ് ഏറ്റവും ടോപ്പിലാരാണ്? സിഇഒ ആണ്. പ്രസിഡന്റ് ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആയിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ നേടി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസേഴ്സ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റുകൾ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മളുടെ ഹ്യൂമൻ സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റീസ്, ഹോസ്പിറ്റൽ ഓപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ, നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ആൾക്കാര്. ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് ഡയറക്ടേഴ്സ് അങ്ങനെ പറയാറ്. ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസിന്റെ കാര്യങ്ങളിൽ ഡയറക്ടേഴ്സ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ എന്നൊക്കെ പറയും. അതേപോലെ മറ്റു ഡയറക്ടേഴ്സ് പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ, പേഷ്യന്റ് കെയർ സർവീസ്. അത് മൂന്നായിട്ട് കൊടുക്കാം കേട്ടോ. ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടർ, അതേപോലെ പേഷ്യന്റ് ഹെൽത്ത് കെയർ സർവീസ്. അത് അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ. ഇത്രയും റോളുകളാണ് സാധാരണയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യാറ്, വർക്ക് ചെയ്യാറ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും വേഗം ഒന്ന് വായിച്ചു നോക്കി. അതേപോലെ സിഇഒയുടെ ഫുൾ ഫോം, സിഒയുടെ ഫുൾ ഫോം, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറിന്റെ ഫുൾ ഫോം ഒക്കെ നോക്കി വെക്കാം കേട്ടോ. വായിച്ചിട്ടും മെസ്സേജ് അയക്കണം കേട്ടോ. ജസ്റ്റ് എല്ലാ റോളുകളൊക്കെയാണ്, അപ്പൊ ജസ്റ്റ് വായിക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരൊക്കെ വായിച്ചോ? ഓക്കെ, പോർഷനിലേക്ക് വരാം. ഇനി ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ്?
ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഇവരെല്ലാവരെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പല കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്, പല ക്യാരക്ടറാണ്, പല ബിലീഫ്സ് ആണ്. അപ്പൊ ഇവരെല്ലാവരെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. ഹോസ്പിറ്റൽസിലെ ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ, ഡെയിലി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആണ് ഈ പറയുന്നത്. ഡെയിലി വർക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? അതേപോലെ ഹോസ്പിറ്റൽസും പബ്ലിക്കും തമ്മിലുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഹോസ്പിറ്റലിന് ഫേസ് ചെയ്യേണ്ട വന്നാൽ ഫസ്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആരായിട്ടാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ്. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്റെ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. നോക്കുക, ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻസ്. നമ്മളുടെ നയങ്ങള് എന്ത് ചെയ്യുക? ഫോർമുലേറ്റ് ചെയ്യുക, വികസിപ്പിക്കുക, നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. എൻഷുർ കംപ്ലയൻസ് വിത്ത് ലോ. നോക്കാട്ടോ, ഇതില്ലേ എന്താ പറയാ, ഈ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ലോസ് ആൻഡ് റൂൾസ് ആണ് കേട്ടോ. റൂൾസ് ആണ് ഇവിടെ വന്നത്. ഇവിടെ റൂൾസ് എന്നാണ് എഴുതേണ്ടത്. ഒന്ന് എടുക്കാൻ പറ്റുമോ നിങ്ങക്ക്? എന്താണ് അവിടെ എഴുതേണ്ടത്? ടീച്ചർ ഒന്നും കൂടെ പറയത്. എടാ ഇവിടെ ലോസ് കഴിഞ്ഞിട്ടേ എഴുതാൻ പറ്റുന്നില്ല. റൂൾസ് എന്നാണ് ആക്കണ്ടേ കേട്ടാ. RULES. വളരെ മോശമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ലോസ് ആൻഡ് ലോസ് റൂൾസ് എന്നാണ് അവിടെ വന്നത് കേട്ടാ. അപ്പൊ നൈൽസ് വെട്ടണല്ലേ? വെട്ടാം. നൈൽസ് എന്നല്ലാത്ത അവിടെ വെട്ടിട്ട് എന്താക്കുക? റൂൾസ് എന്നാക്കാം കേട്ടോ. സോറി, റൂൾസ് എന്നാക്കാം. എൻഷുർ കംപ്ലയൻസ് വിത്ത് ലോസ്, റൂൾസ്, റെഗുലേഷൻ ആൻഡ് എത്തിക്സ്. നമ്മുടെ ഹോസ്പിറ്റൽസില് നയങ്ങള്, അതേപോലെ തന്നെ റൂൾസുകള്, നിയന്ത്രണങ്ങള്, എന്താ പറയാ, റെഗുലേഷൻസ്, എത്തിക്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് ആരുടെ ഉത്തരവാദിത്തമാണ് ഉറപ്പുവരുത്തേണ്ടത്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, എത്തിക്സ് കഴിഞ്ഞിട്ട്. ആസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. The hospital administrator is accountable to make sure that hospital is abiding by government rules, whether all statutory needs are met. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ഈ ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാനായിട്ട്, അതേപോലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കുറച്ച് റൂൾസുകൾ, അതെല്ലാം അവർ പറയുന്ന രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഉറപ്പുവരുത്തുന്നത്. Has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആയിട്ട് ആണ് പോകുന്നത് എന്ന് സൂപ്പർവൈസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Then full stop ആണ്. Should make sure that all the staffs are aware of hospital mission, vision and objectives. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണ്, കാഴ്ചപ്പാട് എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മറ്റുള്ള സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ക്യാരി ഔട്ട് ഓൾ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിൽ എല്ലാ മാനേജ്മെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത്
അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണമല്ലോ നടപ്പിലാക്കേണ്ടത്. അതാരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. Map out major rules, regulations and procedures and ensure their implementation. നമ്മളുടെ മെയിൻസ് ആയിട്ട് നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്ററിനെയാണ്. Make sure that rules formulated are in the hospital's policies. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള നയങ്ങളെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ റൂൾസുകളെല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽസിന്റെ എന്താ പറയുക നയങ്ങൾ അനുസരിച്ചിട്ടാണ് എന്ന് ഉറപ്പുവരുത്തണം. ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഉത്തരവാദിത്തമുണ്ട്, നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. നമ്മൾ എപ്പോഴും തല്ലുപിടിക്കാനൊന്നും പോകാൻ പാടില്ല എംപ്ലോയർ ആയിട്ട്. വർക്ക് attentively with other executives in the hospital like medical superintendent, nursing superintendent. ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്ത് പോവാനായിട്ട്. Make sure that all the department functions in smooth and efficient manner. നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഫങ്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ടും സുഗമമായിട്ടും എഫിഷ്യന്റ് ആയിട്ടും കാര്യക്ഷമമായിട്ടും ആണ് പോണേന്നും നമ്മൾ ഉറപ്പുവരുത്തണം. Act as an official representative of hospital. രണ്ടാമത് പറയുന്ന എന്നൊന്നിനെ പോയിട്ട് ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യണം. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി. നമ്മുടെ ഗവൺമെന്റിന് ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഡൊണേറ്റ് ടു ഡൈവേഴ്സിംഗ് ആനുവൽ ബഡ്ജറ്റ്. നമ്മൾ ആനുവൽ ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ എക്സ്പെൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. മസ്റ്റ് ഷോ കോമ്പിറ്റൻസി അറ്റ് വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നല്ല കഴിവുണ്ട് എന്ന് നമുക്ക് തോന്നണം. ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല കഴിവുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്റ്റാഫുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കേണ്ട ഒരാളാവണം. ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസി ആൻഡ് പ്ലാൻസ്. മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ കാണാനും അതിനനുസരിച്ച് പ്ലാനുകൾ ആസൂത്രണം ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റി ആർക്ക് വേണം? അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ആർക്ക് വേണം? അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്, ഓർഗനൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ്. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള റിസോഴ്സ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. അത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് ഓർഗനൈസ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്. അതല്ലേ മിസ്, ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് മിസ് ചോദ്യങ്ങൾ ചോദിക്കാം മിസ്. ഞാൻ നോക്കട്ടെ ടൈം ഉണ്ടെങ്കിൽ. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. Must be able to delegate work and make efficient use of his and her time. നമ്മള് കാര്യങ്ങൾ വർക്കുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ വർക്കുകളൊക്കെ ചെയ്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യിക്കാം. എബിലിറ്റി ടു പെർസ്യൂഡ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾസ്. മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ള വ്യക്തികളെ പ്രേരിപ്പിച്ച് അവരിൽ വികസിപ്പിച്ചെടുക്കുക, അവരുടെ കഴിവുകൾ എന്ത് ചെയ്യാം, വികസിപ്പിക്കുക. ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഷുഡ് ബി നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്ക് വേണം? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഇതൊന്ന് വായിച്ചേ. Functions of hospital administrator, characteristics of hospital administrator. ഇത് വേഗം ഒന്ന് വായിച്ചേ.
എടാ ബീഡിംഗ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാ പറയണതെന്ന് പറയോ അമ്പിളി? Say the hospital administrator is accountable to make sure that the hospital is abiding by the government rules and whether all the statutory notes are not. എത്രാമത്തെ പോയിന്റ് ആണെന്ന് പറയാമോ? Functions of hospital administrator ന്റെ മൂന്നാമത്തെ പോയിന്റ്. പാലിക്കുക, പേടിക്കുക, പരിപാലിക്കുക അല്ലെങ്കിൽ പാലിക്കുക, അനുസരിക്കുക, പ്രവർത്തിക്കുക. കഴിഞ്ഞ എല്ലാവരും പഠിച്ച് വായിച്ചു കഴിഞ്ഞ എല്ലാവരും? അടുത്തെടുത്തോട്ടെ. ഓക്കെ, നോക്കാം. ഇനി ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. നമ്മുടെ ഹോസ്പിറ്റൽസ് ബില്ലടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ അതിലേക്ക് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളോട് എന്ത് പറയാറുണ്ട്? ബില്ല് ചെയ്തിട്ട് പറയാറുണ്ട്. അതേപോലെ നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ബില്ല് സെറ്റിൽ ചെയ്യണം. ഈ സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെൻട്രൽ ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. നമ്മൾക്ക് ബില്ലുകളും ഇൻവോയ്സുകളും എന്ത് ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളെയാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും ആരും ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ലുക്കിംഗ് ഓവറോൾ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാബേസ് ആസ് റിക്വയർമെന്റ്സ്. അതേപോലെ എല്ലാവരായിട്ട് കോൺടാക്ട് ഉണ്ടാവും. നമ്മളുടെ ഡാറ്റാബേസിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾക്കാണ്. The job also necessitates seeing to it that all information is entered correctly and make sure financial reports. അവരുടെ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമുക്ക് അതുവഴി കിട്ടുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾക്ക് ഉണ്ട്. While their role is often overall look on owning its back end nature. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾക്കുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ബില്ലിംഗ് ക്ലർക്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്. ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻസ് in that they support providers to get paid for service renders. അപ്പൊ നമ്മുടെ ക്ലിനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി ചെയ്തിട്ടുള്ള സർവീസുകൾക്ക് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, ആ കിട്ടുന്ന റിട്ടേൺ, ഫിനാൻഷ്യൽ റിട്ടേൺ, അത് കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബില്ലിംഗ് ക്ലർക്കുകളുടെ ഉത്തരവാദിത്തമാണ്. They are expected to understand the claims submission
and reimbursement of protocol for both government and private insurer clerk. ഈ പറഞ്ഞിട്ടുള്ള ക്ലർക്കുകളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മള് തിരിച്ചടവ് കാര്യങ്ങള് റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോളൊക്കെ പ്രോപ്പർ ആണ് എന്ന് ഉറപ്പുവരുത്തും. കാരണം എന്താണെന്നറിയാമോ, ഈ റീഇംബേഴ്സ്മെന്റ് ഇവിടെ പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് സർവീസ് എടുത്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം പാസ്സാക്കിയതിനു ശേഷമാണ് നമുക്ക് ഫണ്ട് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്ത വ്യക്തി ഹോസ്പിറ്റലിൽ വിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് റീഇംബേഴ്സ് ആയിട്ടുണ്ട്, തിരിച്ച് നമുക്ക് പൈസ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറഞ്ഞ ക്ലർക്കിനാണ്. ക്ലർക്ക് ഫുൾ സ്റ്റോപ്പ് ആണ്. പ്രൈവറ്റ് ഇൻഷുററിന്റെ കയ്യിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് വരാണ്. Clerk also offer important insight into a hospital's or clinic compliance efforts and responsibility. ആശുപത്രി ക്ലിനിക്കുകളുടെ പരിപാലനത്തിനായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് ക്ലർക്കുകള്. മുൻകൂട്ടി കാണും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണും. അതേപോലെ അവരുടെ ക്ലിനിക്കിന്റെ എഫേർട്സും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടെന്ന് ആര് ഉറപ്പുവരുത്താം? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റുകൾ ഉറപ്പുവരുത്താം. സിമ്പിൾ ആണ് പറയുന്നത്. ഇതിൽ കുറെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെന്നുള്ളൂ. എന്താണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉത്തരവാദിത്തം? കറക്റ്റ് ആയിട്ട് ബില്ലുകളൊക്കെ പേ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം. നമ്മൾ റെൻഡർ ചെയ്ത സർവീസുകൾക്ക് ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. നമ്മൾ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കേണ്ടതെന്ന് ഉള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താം. ഹോസ്പിറ്റൽസിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ക്ലിനിക്കിന്റെ റെസ്പോൺസിബിലിറ്റീസ് അതേപോലെ എഫേർട്സ് ഒക്കെ നമ്മൾ മുന്നിൽ കാണണം. എന്നിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ റെൻഡർ ചെയ്ത സർവീസിന് മാത്രമേ നമ്മൾ ഫണ്ട് അവരിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങളാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ പറയാനുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയോ. ഓക്കെ ഏട്ടാ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാം ഏട്ടാ. Which among the following not the function of hospital administrator? താഴെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ, carry all management decisions in the hospital, reimbursement of protocol, act as an official representative of hospitals. Reimbursement. Okay, correct answer. Where are the clear question answer? Okay, correct.
നോക്കാട്ടോ. Which the following is not the job of hospital administrator? താഴെ പറയുന്നതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ് അല്ലാത്തത്. Which of the following not the job of hospital administrators? Rehabilitation facilities, making financial reports, ambulatory care centers, hospice. ഏതാണ് ആൻസർ? മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഓക്കെ, കറക്റ്റ് നിഷ. ഓക്കെ, കറക്റ്റ് ആണ്. ഹൈയസ്റ്റ് ജോബ് ടൈറ്റിൽ അവൈലബിൾ ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഹൈയസ്റ്റ് ജോബ് ടൈറ്റിൽ അവൈലബിൾ ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, none of above. CEO, okay, chief executive officer. Odd one out ആണ്. Odd one out ആണ്. Planning, organizing, staffing, controlling. Planning, organizing, staffing, controlling. Odd one out ആണ്. Planning, organizing, staffing, controlling. അവിടെ തെറ്റിയടാ. ബഡ്ജറ്റ് തെറ്റിട്ടാ. ഞാൻ പറഞ്ഞത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ് എവിടെ? കൺട്രോളിങ് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ, ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. പുറത്തുനിന്ന് എന്തെങ്കിലും ഓപ്ഷൻ അല്ലേ കൺട്രോളിങ്? ആൻസർ കൺട്രോളിങ് ആണ്. ഓപ്ഷൻസ് മാറുമ്പോ ആൻസർ പറയുന്നതിൽ തെറ്റ് വരും. ഓപ്ഷൻസ് എങ്ങനെ വേണം? ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. നോക്കാം. വിച്ച് among the following the statement is correct? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ബില്ലിംഗ് ക്ലർക്ക് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. None of above. Hospital administration is good control. ഫോളോയിങ് നോട്ട് കറക്റ്റ് ആൻസർ ആണ്. നോട്ട് കറക്റ്റ് ആണ്, വിട്ടുപോയതാണ്. നോട്ട് കറക്റ്റ് ആൻസർ. Hospital is good control അല്ലേ? ഓക്കെ ഓക്കെ, നോട്ട് ഓക്കെ കറക്റ്റ് കേട്ടോ. ആരാണ് പറഞ്ഞത്? ക്രിസ്റ്റി ദേവി കൃഷ്ണയായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയൊക്കെ റോങ് ആൻസർ ആണ്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ക്വസ്റ്റ്യൻ നോക്കിയപ്പോ. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ അത് കേട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ബില്ലിംഗ് ക്ലർക്ക് തെറ്റാണ്. ബില്ലിംഗ് ക്ലർക്ക് ഇസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ അല്ല. കാരണം ബില്ലിംഗ് ക്ലർക്കിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതോ മറ്റുള്ളവരോട് പോളിസീസ് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഫിനാൻഷ്യൽ ഓഫീസേഴ്സും ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്താൽ മതി. പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വ്യക്തിയാണ്. അത് നല്ല ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാം റോങ് ആൻസേഴ്സ് ആണ്. അപ്പോ ഈ ചാപ്റ്റർ 13 എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോ നല്ല രീതിയിൽ ആൻസർ ചെയ്യാം. നോട്ട് അല്ല, ഓക്കേടാ. നോട്ട് അത് ഓക്കെയാണ്. നോട്ടാന്ന് പറയുമ്പോ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ബാക്കി ഞാൻ കറക്റ്റ് ആൻസറുകൾ ആദ്യം വായിച്ചു, പിന്നെ എനിക്കെന്തോ തോന്നിയിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ഏകദേശം ചാപ്റ്റർ ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻസിന്റെ വേ ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന രീതി മാറും. അപ്പൊ അത് വെച്ചിട്ട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മള് ഒരു കാര്യം പഠിക്കുമ്പോൾ എക്സാം വ്യൂ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാതെ അത് നമുക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് നോക്കാം. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ടോപ്പിലോ എന്താ പറയാ ഹെഡ് എന്ന് പറയുന്നത് നമ്മളത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഫിനാൻഷ്യൽ പ്ലാൻസ് എന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ബഡ്ജറ്റിംഗ് ആണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്ന് വായിച്ചു നോക്കുക. ചാപ്റ്റർ മൊത്തമായിട്ട് ഒന്ന് വായിച്ചു നോക്കുക.
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ എടുക്കാം. താങ്ക് യു ഓൾ. Thank you, Miss.